കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയെ പ്രത്യേകമായി കണക്കിലെടുത്ത് പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കണം. കർഷക സൗഹൃദ സർക്കാരായി സംസ്ഥാന സർക്കാർ മാറണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി പ്രത്യാശാ ഭവനം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പെരുന്തോട്ടം. കാർഷിക മേഖലയിലേക്ക് ഇന്നത്തെ തലമുറ കടന്നുവരാൻ ആഗ്രഹിക്കുന്നില്ല. തുടർച്ചയായി കർഷകർ നേരിടുന്ന പ്രതിസന്ധികളാണ് യുവാക്കളെ കൃഷിയിൽ നിന്നും അകറ്റുന്നതെന്നും വിദേശത്തേക്കടക്കം നമ്മുടെ കുട്ടികൾ ചേക്കേറുന്നതിന് ഇതുതന്നെയാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ യുവജനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ എന്നവർ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ മുതിർന്ന തലമുറയുടെ കാലം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വാസ്തവത്തിൽ ആശങ്കയുണ്ട്. എത്രയോ നല്ല സമർത്ഥരായ യുവജനങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ആരും കടന്നുവരാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അട്രാക്ഷൻ അവിടെ ഇല്ല. കാരണം കർഷകർ ഇന്ന് നിലവിളപ്പെടുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞു, കൊയ്ത്ത് നെല്ലെടുക്കാനാണില്ല, യന്ത്രങ്ങളില്ല, വിത്തും വളവുമില്ല. ഇങ്ങനെയുള്ള പരാതികൾ ഓരോ വർഷവും ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഒരു കർഷക സമൃദ്ധ സർക്കാരായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കണം. കാർഷിക വൃത്തി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? കർഷകരില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് കാർഷിക മേഖലയെ പ്രത്യേകമായി കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളെ പ്രത്യേക കണക്കിലെടുത്ത് ഗൗരവമായി ചിന്തിക്കുകയും ക്രിയാത്മകമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായിട്ട് മാറണം നമ്മുടെ സർക്കാരെന്ന്. നെല്ല് സംഭരണ വിഷയത്തിലടക്കം എല്ലാ വർഷവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്നു. ഇതിന് ശാശ്വത പരിഹാരം വേണം. കർഷക സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറണമെന്നും പെരുന്തോട്ടം പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ കൂടി പങ്കെടുത്ത വേദിയിലായിരുന്നു മുൻ മെത്രാപ്പൊലീത്തയുടെ പ്രസംഗം.